വിനീത്, ഈ രാത്രി വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്, പ്രിയപ്പെട്ടതാണ്. ഈ ഫുട്ബോൾ ലോകകപ്പ് കാലത്തുടനീളം ഏറ്റവും സന്തോഷത്തോടെ, ഏറ്റവും കൗതുകത്തോടെ വായിച്ച ഫുട്ബോൾ കുറിപ്പുകളിൽ ഒന്ന് വിനീതിൻ്റെതായിരുന്നു. ഓരോ കളിക്ക് ശേഷവും വരുന്ന ആ കുറിപ്പ് വളരെ സന്തോഷത്തോടെയാണ് വായിച്ചിരുന്നത്. അപ്പോൾ ആ കുറിപ്പുകളൊക്കെ കഴിഞ്ഞു, അവസാനം ഫൈനലിൽ എത്തി നിൽക്കുന്നു. ഈ രാത്രി എന്താണ് വിനീതിൻ്റെ മനസ്സിൽ? എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആദ്യം നിങ്ങളെ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുന്നേ ഞാൻ ആദ്യം സത്യം പറഞ്ഞാൽ അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. നിങ്ങളൊക്കെ എന്ത് രസമായിട്ടാണ് കളി പറയുന്നത് എന്നുള്ളത്. നിങ്ങളൊക്കെ ശരിക്കും രാഷ്ട്രീയക്കാരാണോ, ഡോക്ടറാണോ, അതോ പത്രപ്രവർത്തകരാണോ, ശരിക്കും കളി പറയുന്ന ആൾക്കാരാണോ എന്നുള്ളതാണ് ഞാൻ സത്യം പറഞ്ഞാൽ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത്. അത്രയും രസമായിട്ട് നിങ്ങളൊക്കെ കളി പറയുന്നുണ്ട്. ഞാൻ ഇത്ര നേരം അത് കേൾക്കുമായിരുന്നു. സന്തോഷം നിങ്ങളൊക്കെ കളി പറയുന്നത് കേൾക്കുമ്പോൾ. അത് വേൾഡ് കപ്പ് കഴിഞ്ഞാലും നിർത്താതെ എന്താ പറയുക, ഞങ്ങൾ ISL വരുമ്പോഴും ഐ ലീഗ് വരുമ്പോഴൊക്കെ അത് ഉണ്ടാവണം എന്നുള്ളൊരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. നിങ്ങളെ ചോദ്യത്തിലേക്ക് കടക്കുമ്പോൾ, വേൾഡ് കപ്പ് ഈ പറഞ്ഞു കഴിഞ്ഞ ഒരു മാസം ഞങ്ങളെ ആഘോഷമാണ്, വേൾഡ് ഫുട്ബോളിൻ്റെ ആഘോഷമാണ്. അതിപ്പോൾ തീരാൻ പോവുകയാണ്. സത്യം പറഞ്ഞാൽ കളീനെക്കാട്ടും കൂടുതൽ എന്താ പറയുക, മെസ്സിയുടെ അവസാനത്തെ മാച്ച് ആയിരിക്കുമോ എന്നുള്ളൊരു ഒരു പേടി അല്ലെങ്കിൽ ഒരു സംശയത്തിൻ്റെ പുറത്താണ് ഞാൻ നിൽക്കുന്നത്. കാരണം എൻ്റെ ടീം തോറ്റിട്ട് കുറച്ച് നാളായി. ഞാൻ ബ്രസീൽ ആരാധകനാണ്. ഞാൻ തോറ്റിട്ട് എൻ്റെ ടീം തോറ്റ് പുറത്തായിട്ട് കുറച്ച് കാലമായി. ഇപ്പം സ്പെയിൻ ആണെങ്കിലും അർജൻറ്റീന ആണെങ്കിലും രണ്ടും ഇപ്പോൾ ഒരേപോലെയുള്ളതാണ്. മെസ്സി ഉള്ളത് കൊണ്ട് അർജൻറ്റീനയ്ക്ക് കുറച്ചും കൂടി പ്രസക്തി ഉണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ മാച്ചിനെ എന്തായാലും സന്തോഷത്തോടെ ഭയങ്കര ആഹ്ലാദത്തോടെയാണ് മാച്ചിനെ കാത്തിരിക്കുന്നത്. ഇപ്പോൾ രണ്ട് ടീമും അർഹിച്ച ടീമുകളാണ് ഫൈനൽ എത്തിയത് എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം അവർ രണ്ടാളുള്ള പോരാട്ടം എന്തായാലും ഗംഭീരമാവും എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അതിൽ ഈ പറയുന്ന പോലെ മെസ്സിനെ ആർക്ക് പൂട്ടാൻ പറ്റും, അല്ലെങ്കിൽ ഈ പറയുന്ന എംബാപ്പേനെയോ അല്ലെങ്കിൽ ഒലീസിനെയോ ഒക്കെ പൂട്ടിയ പോലെ സ്പെയിനിന് മെസ്സിയെ പൂട്ടാൻ പറ്റുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണുന്നത്. അതും മെസ്സി എങ്ങനെ ആ പൂട്ട് പൊളിക്കും എന്നുള്ളതാണ് ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്നത്. ശരി, ശ്രീ MP രാജേഷ്, ഇപ്പോൾ വിനീത് പറഞ്ഞതുപോലെ മെസ്സി ആ ഒരു പേര് അടുത്ത ലോകകപ്പിൽ നമുക്ക് പറയാൻ കഴിയില്ല എന്നൊരു പ്രതീതിയാണ് ഇന്ന് വിനീത് എഴുതിയത്. അയാൾ ഇനിയും ഇവിടെ ഉണ്ടാവണം എന്നാണ്. അപ്പോൾ ആ ഒരു ചോദ്യം തന്നെയാണോ ഇന്ന് രാത്രി ഉള്ളിൽ ഏറ്റവും കൂടുതൽ നിറയുക? ആ ചോദ്യമായിരിക്കും അല്ലേ? തീർച്ചയായും. ഇപ്പോൾ തന്നെ 39 വയസ്സിൽ ഇങ്ങനെ കളിക്കുക എന്നുള്ളത് ഒരു അത്ഭുതമല്ലേ? സാധാരണഗതിയിൽ ഇതേ ഫോമിൽ കളിക്കുക എന്നത് ഒട്ടും അനായാസമായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് അടുത്ത ലോകകപ്പ് ആകുമ്പോഴേക്കും 43 വയസ്സാവും. നമുക്കങ്ങനെ ആഗ്രഹിക്കാം. ഇപ്പോൾ കളിക്കുന്ന ഫോം കണ്ടാൽ നമുക്ക് തോന്നും ഇദ്ദേഹത്തിന് 43-ാമത്തെ വയസ്സിൽ ഒരു പക്ഷേ കളിക്കാൻ കഴിയും. പക്ഷേ യാഥാർത്ഥ്യബോധം കൂടി നമുക്കുണ്ടാവണം. ഒരു പക്ഷേ ഇത് മെസ്സിയുടെ അവസാനത്തെ ലോകകപ്പ് ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഇതിനപ്പുറം ഇനി എന്താണ് മെസ്സിക്ക് നേടാനുള്ളത്? ഇപ്പോൾ മെസ്സി ഒരു ഘട്ടത്തിൽ വളരെ നിരാശനായിട്ട് റിട്ടയർമെൻറ്റ് പ്രഖ്യാപിച്ചതാണ്. ഞാൻ ഓർക്കുകയാണ്, ആ പ്രഖ്യാപിച്ച ദിവസവും അതിനെക്കുറിച്ചൊരു ടെലിവിഷൻ ചർച്ചയിൽ ഞാനുണ്ടായിരുന്നു ശ്രീ NS മാധവന് ഒക്കെ ഒപ്പം. അന്ന് നമ്മളെല്ലാം ഒരു ഞെട്ടലോട് കൂടിയിട്ടാണ് ലോകം മുഴുവൻ ആ വാർത്ത കേട്ടത്. പിന്നീട് പല സമ്മർദ്ദങ്ങളുടെ ഫലമായിട്ട് മെസ്സി തിരിച്ചു വന്ന് അതുവരെ സ്വന്തമാക്കാൻ കഴിയാതിരുന്ന എല്ലാ നേട്ടങ്ങളും മെസ്സി സ്വന്തമാക്കുന്നത് നമ്മൾ കണ്ടു. കോപ്പ അമേരിക്ക നേടി, ലോകകപ്പ് നേടി, ഫൈനൽ സീമ നടക്കേണ്ടിയിരുന്നതായിരുന്നു. യൂറോ കപ്പ് ചാമ്പ്യന്മാരായ സ്പെയിനും കോപ്പ ചാമ്പ്യന്മാരായിട്ട് അർജൻറ്റീനയും തമ്മിൽ. അത് നടക്കാതെ പോയത് ഒരർത്ഥത്തിൽ ഇപ്പോൾ നടക്കുകയാണ്. സ്പെയിൻ അർജൻറ്റീന ഫൈനൽ, ലോകകപ്പിലെ ഫൈനൽ എന്ന് പറഞ്ഞാൽ നടക്കാതെ പോയ ഫൈനൽ സീമയാണ് എന്ന് നമുക്ക് കണക്കാക്കാം. അപ്പോൾ ഒരു ഫുട്ബോളർ എന്ന നിലയിൽ ഒരു പക്ഷേ ഇനി മെസ്സിക്ക് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നത് ഗോൾഡൻ ബൂട്ട് മാത്രമാണ്. ബാക്കി എല്ലാ നേട്ടങ്ങളും മെസ്സി സ്വന്തമാക്കി കഴിഞ്ഞു. ഒരുപക്ഷെ കപ്പ് വീണ്ടും നേടുകയാണെങ്കിൽ അതൊരു ചരിത്ര നേട്ടമായിരിക്കും. മെസ്സി തന്നെ ഇന്ന് എഴുതിയ കുറിപ്പിൽ പറഞ്ഞതുപോലെ ഫലം എന്തായിരുന്നാലും ഈ അർജൻറ്റീന ടീമും ആ ടീമിനൊപ്പം മെസ്സിയും ഒരു ഇതിഹാസം സൃഷ്ടിച്ചു. യഥാർത്ഥത്തിൽ ഈ ടീമിനെ വ്യത്യസ്തമാക്കുന്ന ഏറ്റവും വലിയ ഘടകം ഇവിടെ വിനീത് പറഞ്ഞതുപോലെ മെസ്സിയുടെ സാന്നിധ്യമാണ്. മെസ്സി എന്ന ഘടകം ഇല്ലെങ്കിൽ അർജൻറ്റീനയേക്കാൾ എത്രയോ മുമ്പിലുള്ള ടീമാണ് സ്പെയിൻ എന്ന് നമുക്ക് സംശയമില്ലാതെ തന്നെ പറയാം. പക്ഷേ രണ്ട് ടീമുകൾക്കുമിടയിൽ ഏറ്റവും വലിയ ഫാക്ടറായി വരുന്നത് മെസ്സിയാണ്. ഏത് നിമിഷവും കളിയുടെ ഗതി മാറ്റാൻ കഴിയുന്ന, ഒന്നോ രണ്ടോ ചടുല നീക്കങ്ങൾ കൊണ്ട് റിസൾട്ടാകെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു താരമായിട്ട് മെസ്സി ഇവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. മെസ്സി തീർച്ചയായിട്ടും ലോക ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും ഇതിഹാസ താരങ്ങളിൽ ഒരാളായി തന്നെ മെസ്സി കണക്കാക്കപ്പെടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പെലെ, ഡീഗോ മറഡോണ എന്നിവരൊക്കെ പോലെ. കഴിഞ്ഞ ദിവസം കൂടി മെസ്സി പറഞ്ഞു, എന്നെ മറഡോണയുമായിട്ട് താരതമ്യം ചെയ്യരുത്, അതെനിക്കിഷ്ടമല്ല എന്ന്. അദ്ദേഹം എത്രയോ വലിയ കളിക്കാരനാണ്.
മാറഡോണയുടെ കളിമികവിൻ്റെ കാര്യത്തിൽ, മറ്റു പല കാര്യങ്ങളിലും അല്ല ഞാൻ പറയുന്നത്, കളിമികവിൻ്റെ കാര്യത്തിൽ മാറഡോണയ്ക്കും പെലെയ്ക്കും ഒക്കെ ഒപ്പം താരതമ്യം ചെയ്യപ്പെടാവുന്ന കളിക്കാരൻ തന്നെയായിട്ടായിരിക്കും ചരിത്രം മെസ്സിയെ വിലയിരുത്തുക എന്ന കാര്യത്തിൽ സംശയം വേണ്ട.